സംശയത്തിന്റെ ആ മുനകൾ കൂടുതൽ മൂർച്ചവെക്കുന്ന മൂന്നാമധ്യായം ഇതാ. അധ്യായം 3. പൊട്ടിത്തെറിക്കുന്ന നിശബ്ദത. ദിവസങ്ങൾ കടന്നുപോയി. മാധവിന്റെ മനസ്സിലെ ആ സിനിമ ഇപ്പോൾ ഒരു സീരിയലായി മാറിയിരുന്നു. ഓരോ നിമിഷവും അയാൾ പുതിയ പുതിയ സൂചനകൾക്കായി മീരയെ വേട്ടയാടി. മീരയുടെ ചിരി കുറഞ്ഞു, സംസാരം കുറഞ്ഞു. അവൾ എപ്പോഴും ഭയപ്പാടോടെയാണ് മാധവനെ നോക്കിയിരുന്നത്. ഒരു ശനിയാഴ്ച വൈകുന്നേരം മീര അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു. അവളുടെ ഫോൺ ലിവിംഗ് റൂമിലെ ടീപ്പോയിലിരിക്കുന്നു. പെട്ടെന്ന് ഫോൺ പ്രകാശിച്ചു. ഒരു മിസ്ഡ് കോൾ. മാധവ് ചാടി എഴുന്നേറ്റു. നമ്പർ സേവ് ചെയ്തിട്ടില്ല. അയാൾ ഉടൻ തന്നെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പുറത്ത് നിന്നൊരു പുരുഷ ശബ്ദം. ഹലോ മീര, ഞാൻ പ്രകാശാണ്. നാളത്തെ മീറ്റിംഗിന്റെ കാര്യം. മാധവ് ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകഞ്ഞു. പ്രകാശ്, വീണ്ടും അവൻ. അയാൾ അടുക്കളയിലേക്ക് പാഞ്ഞെത്തി. മീരയുടെ കൈപിടിച്ച് തിരിച്ചുകൊണ്ടയാൾ ചോദിച്ചു, ആരാ പ്രകാശ്? എന്തിനാണവൻ നിന്നെ ഈ നേരത്ത് വിളിക്കുന്നത്? മീര വേദന കൊണ്ട് പുളഞ്ഞു. മാധവേട്ടാ, കൈവിടൂ. അത് ഓഫീസിലെ കാര്യത്തിനാവും. നാളെ ഒരു സെമിനാറുണ്ട്. സെമിനാറോ? അതോ രഹസ്യ കൂടിക്കാഴ്ചയോ? നീ എന്തിനാണവന്റെ നമ്പർ സേവ് ചെയ്യാതെ വച്ചിരിക്കുന്നത്? എന്നെ പറ്റിക്കാനല്ലേ? മാധവ് അലറി. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് മാധവേട്ടാ. ചിലപ്പോൾ സിം മാറിയപ്പോൾ പോയതാവാം. നിങ്ങൾ എന്തിനാണെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? മീര കരയാൻ തുടങ്ങി. മാധവ് അവളുടെ ഫോൺ തറയിലടിച്ചു പൊട്ടിച്ചു. ഇനി ഈ സാധനം നിനക്ക് വേണ്ട. ആരോടും നീ മിണ്ടണ്ട. നിനക്ക് എന്നെ മാത്രം മതിയല്ലോ. ആ രാത്രി മീരയ്ക്കുറങ്ങാൻ കഴിഞ്ഞില്ല. താൻ സ്നേഹിച്ച മനുഷ്യൻ ഒരു ഭ്രാന്തനെപ്പോലെ പെരുമാറുന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. സ്നേഹമെന്ന പേരിൽ അയാൾ തന്നെ ഒരു കൂട്ടിലിട്ട പക്ഷിയാക്കി മാറ്റുന്നു. പിറ്റേന്ന് രാവിലെ മാധവിൻ ഓഫീസിൽ പോയത് വീടിന്റെ പ്രധാന വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ്. നീ ഇന്ന് സ്കൂളിൽ പോകണ്ട. നിനക്ക് സുഖമില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇതായിരുന്നു അയാളുടെ അവസാനത്തെ കൽപ്പന. ജനലഴികളിലൂടെ പുറത്തെ ലോകത്തേക്ക് നോക്കി മീര തകർന്നിരുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. മാധവിൻ പോയതിനു പിന്നാലെ മുറ്റത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് മാധവിന്റെ പഴയ സുഹൃത്ത് ഡോക്ടർ ആര്യനായിരുന്നു. ആര്യൻ മാധവിനെ കാണാൻ വന്നതായിരുന്നു. പക്ഷേ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. മീര ജനലിലൂടെ ആര്യനെ വിളിച്ചു. അവളുടെ കണ്ണീരും തളർച്ചയും കണ്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് ആര്യന് മനസ്സിലായി. അവൻ അടുത്തുള്ള ഒരു കമ്പി ഉപയോഗിച്ച് പൂട്ടുപൊളിച്ചകത്ത് കടന്നു. മീര, എന്താണിവിടെ നടക്കുന്നത്? മാധവ് എവിടെ? ആര്യൻ ആകുലതയോടെ ചോദിച്ചു. മീര എല്ലാം തുറന്നു പറഞ്ഞു. മാധവ് ഇൻസ്റ്റോൾ ചെയ്ത സ്പൈ ആപ്പിനെക്കുറിച്ചും അയാളുടെ മാറുന്ന സ്വഭാവത്തെക്കുറിച്ചും തന്നെ തടവിലാക്കിയതിനെക്കുറിച്ചും അവൾ വിറയലോടെ വിവരിച്ചു. ഡോക്ടർ ആര്യൻ ഗൗരവത്തിലായി. മീര, ഇത് വെറുമൊരു ദേഷ്യമല്ല. മാധവിന് ഒഥല്ലോ സിൻഡ്രോം എന്ന മാനസികാവസ്ഥയാണ്. സംശയമൊരു രോഗമായി മാറിയിരിക്കുന്നു. അയാൾക്ക് അടിയന്തരമായി ചികിത്സ വേണം. ഇല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിൽ അവസാനിക്കും. പെട്ടെന്ന് മുറ്റത്ത് മാധവിന്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അയാൾ മറന്നുപോയൊരു ഫയൽ എടുക്കാൻ തിരിച്ചുവന്നതായിരുന്നു. മുറ്റത്ത് ആര്യന്റെ കാർ കണ്ടതും വീടിന്റെ പൂട്ട് പൊളിച്ചുകിടക്കുന്നതും കണ്ട മാധവിന്റെ കണ്ണുകൾ ചുവന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടിക്കയറി. അവിടെ മീരയുടെ അടുത്തു നിൽക്കുന്ന ആര്യനെ കണ്ടതും മാധവിന്റെ ഉള്ളിലെ ഷെർലക് ഹോംസ് ഒരു കൊലയാളിയുടെ ഭാവത്തിലേക്ക് മാറി. ആര്യൻ, നീ എന്റെ വീട്ടിൽ, എന്റെ ഭാര്യയുടെ കൂടെ. മാധവ് മേശപ്പുറത്തിരുന്നൊരു കത്തിയെടുത്ത് അവർക്ക് നേരെ നീങ്ങി. അടുത്ത അധ്യായത്തിൽ ആര്യന് മാധവിനെ ശാന്തനാക്കാൻ കഴിയുമോ? മാധവ് തന്റെ തെറ്റ് തിരിച്ചറിയുമോ? അതോ ഒരു ദുരന്തം സംഭവിക്കുമോ? തയ്യാറാക്കിയത്